ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ടൂണ വെച്ചിട്ടുള്ള മക്രോണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ടൂണ, ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക, എന്നാലാണ് ഇതിൽ എന്തൊക്കെയോ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്താ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, മക്രോണി വേവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് തന്നെ ഞാൻ 2 സവാള ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിലുള്ള മക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മക്രോണി ഒന്ന് വെന്ത് വരണം. അപ്പോൾ നന്നായി ഉടഞ്ഞു പോകണ്ട, ആവശ്യത്തിലുള്ള വേവ് വെന്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സവാള നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. നന്നായി വഴന്ന് വന്നാലാണ് ഈ ഒരു മക്രോണി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ മക്രോണി ഇവിടെ വെന്ത് വരുന്നുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ സവാള ഇതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയും 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഈ ഒരു തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഈ ഒരടപ്പ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൂണ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നാട്ടിൽ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ 1.5 സ്പൂണോളം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ അത് ഒഴിച്ച് കൊടുത്തിട്ടില്ല, 2 തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ട്. ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ മക്രോണിയിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ടൂണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡബ്ബയിലുള്ള ടൂണ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ടൂണ കുറച്ച് കട്ട പിടിച്ചിട്ടാണുള്ളത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൂണ ഉടച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കൂടുതൽ ടൈമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ടൈം നമുക്ക് അടപ്പ് വെച്ച് മൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ മക്രോണി 3-4 മോഡലായിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ചിക്കൻ വെച്ചിട്ടൊക്കെ. അപ്പോൾ അതിൽ എല്ലാത്തിലും വെച്ചിട്ട് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ഈ ഒരു ടൂണ വെച്ചിട്ട് ഉണ്ടാക്കിയ മക്രോണിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഗ്യാസ് മേൽ വെച്ച മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ. ഇനി ഇതിലേക്ക് ഈ ഒരു മസാലയിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒറ്റക്കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ഒരു കൈ കൊണ്ട് ആണ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മക്രോണി ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. ഈ മഴയത്ത് ചൂടുള്ള ഈ ഒരു മക്രോണി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ടൂണ വെച്ചിട്ടുള്ള മക്രോണി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഈ മഴയത്ത് ചൂടുള്ള മക്രോണി തിന്നാനും വെള്ളത്തിന് എന്തും തന്നെ ചൂടുള്ള കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.